ഹായ് ഹലോ, മിഷാനി ഹിയർ. ഇന്ന് നമ്മൾ നോക്കാൻ പോകുന്നത് നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിച്ച വ്യക്തിയുടെ ഇപ്പോൾ ആരെ വിചാരിച്ചിട്ടാണോ നിങ്ങൾ വീഡിയോ ഓപ്പൺ ചെയ്തത് ആ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് അറിയാം. അവരുടെ ഉദ്ദേശം എന്താണ്, അവരുടെ ചിന്തകൾ എന്താണ് എന്നുള്ള കാര്യമാണ് നമ്മൾ ഇന്നത്തെ ടോപ്പിക്കായിട്ട് നോക്കുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞിട്ടുണ്ട്, ഇതൊരു ജനറൽ റീഡിംഗ് ആണ്, ടൈംലെസ് റീഡിംഗ് ആണ്. നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും കാണാം, നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. നമ്മുടെ ചാനലിൽ പോയി നോക്കിയാൽ പല ടോപ്പിക്കിൽ നമ്മൾ വീഡിയോസ് ചെയ്തിട്ടുണ്ട്. പിന്നെ ഇതൊരിക്കലും നിങ്ങളുടെ എനർജി അല്ല എന്ന് പറയുന്നത്. ഇപ്പോൾ നിങ്ങൾ ഈ ചിത്രത്തിൽ കാണുന്ന ഈ പാവ, ഇപ്പോൾ ഒരു എക്സാമ്പിളാണ് പറയുന്നത്. ഈ പാവ ഇപ്പോൾ ഞാനൊരു ടോപ്പിക്ക് വെച്ചിട്ട് ആ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് അറിയാം, അവരുടെ ഉദ്ദേശം എന്ത്. ഞാൻ ആ വ്യക്തി എന്ന് സങ്കല്പിച്ച് വെച്ചിരിക്കുന്നത് ഈ പാവയാണ്. ഓക്കെ, അപ്പോൾ നിങ്ങൾ അതേപോലെ തന്നെ നിങ്ങളുടെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിനെ അവരുടെ എനർജിയൊക്കെ നല്ല രീതിയിൽ കൊണ്ടുവന്നതിന് ശേഷം കാണാം. ഇത് റെസിനേറ്റ് ആകുന്നുണ്ടോ എന്ന് അറിയാൻ വേണ്ടി മാത്രം ജസ്റ്റ് അഡ്വർടൈസ്മെൻ്റ് ആണ്. നിങ്ങളൊരു പേഴ്സണൽ റീഡിംഗ് എടുക്കുമ്പോൾ മാത്രമാണ് നിങ്ങളുടെ വ്യക്തമായ എനർജി അറിയാൻ സാധിക്കുകയുള്ളൂ. കാരണം നിങ്ങൾ റീഡിംഗ് ചെയ്യുന്നുണ്ട്, അപ്പോൾ നിങ്ങൾ നമ്മളെ വിളിക്കുമ്പോൾ നിങ്ങൾ ക്വസ്റ്റ്യൻ ചോദിക്കുന്നു, നമ്മൾ അതിന് കാർഡ് ഷഫിൾ ചെയ്തിട്ട് നെഗറ്റീവ് ആണെങ്കിലും പോസിറ്റീവ് ആണെങ്കിലും പറയുന്നത് റിവേഴ്സ് കാർഡൊക്കെ നമ്മൾ എടുക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലായിരിക്കും നമ്മൾ പറയുന്നത്. കാരണം നിങ്ങളെ സന്തോഷിപ്പിക്കുകയല്ല നമ്മുടെ ഉദ്ദേശം, നിങ്ങൾക്കൊരു സൊല്യൂഷൻ തരലാണ്. കാരണം കുറച്ച് പേർക്കൊക്കെ അത് അംഗീകരിക്കാൻ ബുദ്ധിമുട്ടുണ്ടാകാം. അപ്പോൾ ചിലർ നെഗറ്റീവ് റീഡിങ്സിന് ഇഷ്ടപ്പെടില്ല, അവർ പോസിറ്റീവ് മാത്രം തേടിപ്പോകും. കാരണം നിങ്ങൾ അറിയേണ്ടുന്ന കാര്യം വൈകുന്നു എന്ന് മാത്രം മനസ്സിലാക്കുക. ഞാനും ഇങ്ങനെ ഇരുന്നതാണെന്ന് ഞാൻ പല വീഡിയോസിൽ പറഞ്ഞിട്ടുണ്ട്. പോസിറ്റീവ് മാത്രം നമ്മൾ കേട്ടിരുന്നിട്ട് കാര്യമില്ല. നമ്മുടെ ലൈഫിലൊരു സാഹചര്യം വരുമ്പോൾ അല്ലെങ്കിൽ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കുമ്പോൾ ചേഞ്ച് ചെയ്യേണ്ടത് നമ്മൾ ചേഞ്ച് ചെയ്യണം. അപ്പോഴാണ് നമ്മുടെ ലൈഫിലോട്ടൊരു ഗ്രോത്ത് വരുന്നുള്ളൂ. അല്ല നമ്മൾ ആ സാഹചര്യത്തിൽ തന്നെ കെട്ടിക്കിടന്നിട്ട് കാര്യമില്ല. പിന്നെ അത് ഒന്നിക്കാനുള്ളതാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോൾ റിലേഷൻഷിപ്പാണ് ഏറ്റവും കൂടുതൽ ഇതിൽ കാണുന്നത്. കരിയർ, അതേപോലെ തന്നെ മറ്റ് മണി മാറ്റേഴ്സ്, മണി പിന്നെ നോക്കും. കൂടുതൽ ആൾക്കാർ റിലേഷൻഷിപ്പിന് ബേസ് ചെയ്തിട്ടാണ് ഈ ടാരോ ട്രേഡിങ്. അത് അവരുടെ വല്ലാത്തൊരു വിഷമകരമായ സിറ്റുവേഷനിൽ എല്ലാം നഷ്ടപ്പെട്ട ഒരു അവസ്ഥയിൽ എവിടുന്നോ വന്ന് കണ്ടുമുട്ടിയൊരു വ്യക്തി പെട്ടെന്ന് പോയി, അങ്ങനത്തെ സിറ്റുവേഷനുകൾ. പിന്നെ വിവാഹേതര ബന്ധങ്ങൾ, അത് പ്രായമൊന്നുമില്ല, അതിന് ആർക്കും വേണമെങ്കിലും കാണാം. ഏതൊരു റിലേഷൻഷിപ്പിലുള്ളവർക്ക് അവരെ അത്തരത്തിൽ വെച്ച് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. ഓക്കെ, അപ്പം അങ്ങനെ അത്തരത്തിലാണ് പോകുന്നത്. നമ്മൾ താഴെ ഒരു വാട്സപ്പ് നമ്പർ കൊടുത്തിട്ടുണ്ട്. അതിൽ നിങ്ങൾക്ക് വേണമെങ്കിൽ വാട്സപ്പിൽ വോയിസ് കോൾ ചെയ്യാം, അല്ലെങ്കിൽ മെസ്സേജ് അയക്കാം, അല്ലെങ്കിൽ നോർമൽ കോൾ വിളിക്കാം. ആ നമ്പറിൽ വിളിച്ച് കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് പേഴ്സണൽ റീഡിങ്ങിൻ്റെ ഡീറ്റെയിൽസ് എല്ലാം ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ എല്ലാവരും അങ്ങനെ താല്പര്യമുള്ളവർ മുൻകൂട്ടി ബുക്ക് ചെയ്യേണ്ടതാണ്. കാരണം ഞാൻ മറ്റു ചുള്ളായിട്ട് പോകുന്ന ഒരാളായതുകൊണ്ട് എനിക്കതിന് സമയം കണ്ടെത്തണം. അപ്പോൾ നിങ്ങൾ അഡ്വാൻസ് ചെയ്ത് പെട്ടെന്ന് സഡൻലി വന്നിട്ട് ഇപ്പോൾ റീഡിങ് വേണമെന്ന് പറഞ്ഞാൽ മേ ബി നടക്കില്ല. എന്നാലും മാക്സിമം പെട്ടെന്ന് കൊടുക്കാൻ നമ്മൾ ശ്രമിക്കാറുണ്ട്. ഓക്കെ, അപ്പം നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. ഞാൻ പറഞ്ഞു, ഇത് നിങ്ങളുടെ റീഡിംഗ് അല്ല, സാഹചര്യങ്ങളായിട്ട് വേണമെങ്കിൽ റെസനേറ്റ് ചെയ്ത് നോക്കാം. താല്പര്യമെങ്കിൽ മാത്രം മുന്നോട്ട് കാണാം കേട്ടോ. അല്ലാതെ ഇതിന് താഴെ വന്ന് കമൻ്റ് അടിച്ച് ഇതിലെന്താ പറയുന്നത് അങ്ങനെയല്ല. നിങ്ങൾക്ക് അങ്ങനെ ഒരു കാണാൻ ഒരു താല്പര്യം തോന്നുന്നുണ്ടെങ്കിൽ, അറിയാതെയാണെങ്കിലും നിങ്ങൾ ഈ വീഡിയോ തുറന്നിട്ടുണ്ടെങ്കിൽ മുന്നോട്ട് കാണണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ മുഴുവനായിട്ട് കാണാം. അല്ലെങ്കിൽ ഇടയ്ക്ക് വെച്ച് ഇത് ഇവിടെ വെച്ച് സ്കിപ്പ് അടിച്ചു. കാരണം ഇതിൽ നെഗറ്റീവ് ഉണ്ടാവും, പോസിറ്റീവ് ഉണ്ടാവും. കാരണം നമ്മൾ പറഞ്ഞല്ലോ, ഞാൻ ജസ്റ്റ് ഒരു ടോപ്പിക്കിൽ ഈ പാവ എന്ന് പറഞ്ഞ ഒരൊറ്റ ഇതിൽ ഞാൻ ടോപ്പിക്കിൽ എടുക്കുന്നു. അത് നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് റെസനേറ്റ് ആകുന്നുണ്ടോ എന്ന് നോക്കാം. കാരണം ഞാൻ ഡയറക്റ്റ് ഷഫിളും കൂടിയല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ഓൾറെഡി ഇവിടെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ്. ഷഫിൾ ചെയ്ത് കിട്ടിയത് ഞാൻ ഒരു ഇതിട്ടിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ റീഡിങ്ങിലേക്ക് പോകാം. ഇപ്പോൾ നിങ്ങൾ ഈ പറഞ്ഞ വ്യക്തിയായിട്ട് പ്രസൻറ്റ്, പാസ്റ്റ് ഇതിലൊക്കെ കഴിഞ്ഞു പോയ കാര്യങ്ങളാവാം. ചിലപ്പോൾ നിങ്ങൾ അവരെ കാത്തിരിക്കുന്നതാകാം. നോ കോണ്ടാക്റ്റ്, ലെസ് കമ്മ്യൂണിക്കേഷൻ, ബ്രേക്കപ്പ്, അതുപോലെ ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂസ്, സമൂഹത്തിലെ ഉയർച്ച താഴ്ചകൾ, പിന്നെ ജാതി, മതം, പിന്നെ ഏജ് ഡിഫറൻസ് പറഞ്ഞു. ഓക്കെ, അങ്ങനെ അത്തരത്തിലുള്ള ഒരു റിലേഷൻഷിപ്പിൽ വരുന്ന എല്ലാ തരത്തിലുള്ള പ്രശ്നങ്ങളും നിങ്ങളുടെ ബന്ധത്തിലുണ്ടാകാം. ഈ വ്യക്തിനെ നിങ്ങൾ കണ്ടുമുട്ടിയത് വല്ലാത്തൊരവസ്ഥയിലായിരിക്കാം. നിങ്ങൾക്ക് വല്ലാത്തൊരു ഹീലിംഗ് ഈ വ്യക്തി തന്നിട്ടുണ്ടാകാം. അതേപോലെ തന്നെ ഈ വ്യക്തിയായിരിക്കും നിങ്ങളിപ്പോൾ ഏറ്റവും കൂടുതൽ വിഷമിച്ചുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ വ്യക്തിയുടെ മനസ്സിലിരിപ്പ് എന്താണ് എന്നാണ് നമുക്ക് നോക്കാം. അവർ ചിലപ്പോൾ ഇപ്പോൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാകാം, ചിലപ്പോൾ ബ്രേക്കപ്പ് ആയി ഉണ്ടാവാം, ചിലപ്പോൾ ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളും ആവാം. അപ്പോൾ നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ ഇങ്ങനെയൊക്കെയാണോ എന്ന് മാത്രം ചെക്ക് ചെയ്യാം. ഇതിൽ ഒരു വ്യക്തി ഭയങ്കര സ്വാർത്ഥ മനോഭാവമുള്ളതായിരിക്കും. അവരുടെ കാര്യങ്ങൾ മാത്രം വേണം എന്ന രീതിയിൽ അവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം നിങ്ങളെ സമീപിക്കുന്നത്. അത്തരത്തിലായിരിക്കും അവർ ഈ ബന്ധം കൊണ്ടുപോകുന്നത്. അവർക്ക് മേ ബി മറ്റ് റിലേഷൻഷിപ്പുകൾ ഉണ്ടാകാം, കാര്യങ്ങളുണ്ടാകാം, നിങ്ങളുടെ വളർച്ചയിൽ, അല്ലെങ്കിൽ അവർക്ക് മറ്റ് അസൂയകൾ ഉണ്ടാകാം. അവർ ഭയങ്കര പോസിറ്റീവായിരിക്കും നിങ്ങളിൽ, പക്ഷെ അവർ മറ്റുള്ള ആൾക്കാരോട് പോകുന്നതിനാവില്ല. അപ്പം അങ്ങനെ അത്തരത്തിലുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവാം. ഈ ബന്ധത്തിലൊരു വല്ലാത്തൊരു അരക്ഷിതസ്ഥയിലായിരിക്കാം പോയിക്കൊണ്ടിരിക്കുന്നത്, അല്ലെങ്കിൽ പോയി കഴിഞ്ഞത്, അല്ലെങ്കിൽ ഇനി പോകാൻ പോകുന്നത്. ഓക്കെ, അങ്ങനെയും കൂടി നമുക്ക് എടുക്കാം റീഡിങ്ങിൽ. ഒരു വ്യക്തി മാത്രം ഭയങ്കരമായിട്ട് അധികാരം സ്ഥാപിക്കാൻ ശ്രമിക്കുന്നുണ്ടാകാം, ആധിപത്യം സ്ഥാപിക്കാൻ. അത് എല്ലാവരും പറയുന്ന പോലെ തന്നെ വേണമെന്ന് സ്ഥാപിക്കാൻ വേണ്ടി ഒരുപാട് പിശുക്കുള്ളൊരു വ്യക്തിയായിരിക്കാം. മേ ബി അമിതമായിട്ടുള്ള അഹങ്കാരം ഉണ്ടായിട്ടുള്ളൊരു വ്യക്തിയായിരിക്കാം. നിങ്ങൾ ഒട്ടും അംഗീകരിക്കുന്നുണ്ടാകില്ല. നിങ്ങളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി മാത്രം ഉപയോഗിക്കുന്ന ഒരു വ്യക്തിയായിരിക്കാം നിങ്ങൾ ഈ മനസ്സിൽ ചിന്തിച്ച വ്യക്തി. തീർച്ചയായിട്ടും അവർക്ക് അതിനൊരു ശിക്ഷ കിട്ടുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും അതിലൊരു ശിക്ഷ വരുന്നുണ്ട്. പിന്നീട് ഫ്യൂച്ചറിൽ ഇങ്ങനെയൊക്കെ സംഭവിച്ചു കഴിയുമ്പോൾ ഒരു ശിക്ഷ വരുന്നുണ്ട്.
ഈ ബന്ധത്തിൽ ഞാൻ പറഞ്ഞല്ലോ, ഒരു ആന്തരികമായിട്ടുള്ളൊരു സന്തോഷത്തിൻ്റെ അഭാവം തന്നെയാണ്. തീർത്തും ഒരു മന്ദഗതിയിലാണ് പോകുന്നത്. ഇത് ഓൺ ആൻഡ് ഓഫ് ആയിരിക്കും. എപ്പോഴും അടി പിടി വഴക്ക് അങ്ങനെ പലതരം ലഹരികൾ അങ്ങനെ കാര്യങ്ങളിൽ അതിൻ്റെ പേരിലുള്ള വാക്കേറ്റങ്ങൾ അങ്ങനെ പല കാര്യങ്ങളോട് നിങ്ങൾ പ്രശ്നം. ഇവർക്ക് രണ്ട് തരം സ്വഭാവങ്ങൾ ഉണ്ടാകാം. ഒരുപക്ഷെ അബോധാവസ്ഥയിലായിരിക്കുന്ന ഒരു സ്വഭാവം നല്ല രീതിയിലും അല്ലാത്ത സമയത്ത് നേരെ തിരിച്ചുമായിരിക്കും. ആവശ്യം കഴിയുമ്പോൾ യൂസ് ആൻഡ് ത്രോ അങ്ങനത്തെ രീതിയിലായിരിക്കാം. തീർച്ചയായും ഇതിലൊരു അതൃപ്തിയാണ് ഈ ബന്ധത്തിൽ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു ദിശാബോധത്തിൻ്റെ അഭാവം എന്നൊക്കെ പറയാം. മുന്നോട്ട് വ്യക്തമായിട്ട് പോകാൻ ഇതെങ്ങനെ കൊണ്ടുപോകണമെന്ന് രണ്ടുപേർക്ക് അറിയുന്നുണ്ടാകില്ല. കാരണം നിങ്ങൾ അത്രയധികം ചേർന്ന് പോകുന്നുണ്ടാകില്ല. പലപ്പോഴും ഞാനീ പറഞ്ഞ പോലെ ഓൺ ആൻഡ് ഓഫ് സാഹചര്യങ്ങൾ ഉണ്ടാകാം. മനഃപൂർവ്വം അല്ലെങ്കിൽ മറ്റ് തേർഡ് പാർട്ടികളുടെ ഇൻഫ്ലുവൻസ് കൊണ്ട് നിങ്ങൾക്കിടയിൽ സംഘർഷങ്ങൾ സൃഷ്ടിക്കുന്നുണ്ടാകാം. അപ്പോൾ ഇതിലൊരു ബ്ലാക്ക് മാജിക് ഒക്കെ ഉണ്ടോ എന്ന് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഉണ്ട്. ബ്ലാക്ക് മാജിക് ഉണ്ടാകാം. തേർഡ് പാർട്ടി സിറ്റുവേഷൻ എന്ന് പറയുമ്പോൾ സാഹചര്യമാകാം, വ്യക്തിയാകാം, അങ്ങനെ എന്തും ആവാം. അത്തരം ആളുകൾ ചിലപ്പോൾ നിങ്ങളുടെ ബന്ധത്തിന് മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഇഷ്ടമല്ലാത്ത ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങളുടെ വ്യക്തിനെയോ നിങ്ങളെ മോഹിക്കുന്ന മറ്റു വ്യക്തികൾ, അല്ലെങ്കിൽ ഫാമിലി, അല്ലെങ്കിൽ പണസംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ, അങ്ങനെയൊക്കെ ഒരു തേർഡ് പാർട്ടി ആയിട്ട് വരാം. അത് തമ്മിൽ നിങ്ങളെപ്പോഴും സംഘർഷങ്ങൾ ഉണ്ടാകുന്നുണ്ടാകാം. തീർച്ചയായും ഈ ബന്ധത്തിലൊരു സംരക്ഷണവും സുരക്ഷിതത്വം തീർച്ചയായിട്ടും ഉണ്ട് എന്ന് തന്നെ പറയാം. കാരണം ഇതിൽ പക്ഷേ അതേപോലെ തന്നെ ട്രസ്റ്റ് ഇഷ്യൂ, ഈഗോ, അത്തരം കാര്യങ്ങളുണ്ടാകാം. ഒരാൾ ചെയ്യുന്ന പ്രവൃത്തി മറ്റൊരാൾ നിരുത്സാഹപ്പെടുത്തുന്നുണ്ടാകാം. തീർത്തും ഒരു അരക്ഷിതാവസ്ഥ എന്ന് തന്നെ നമുക്ക് പറയാം. നിങ്ങളിത് ബ്രേക്കപ്പ് ആയത് വളരെ പെട്ടെന്നായിരിക്കാം. ചിലപ്പോൾ നല്ല രീതിയിൽ പോയിക്കൊണ്ടിരുന്നിട്ട് പെട്ടെന്ന് ഒരൊറ്റൊരു ദിവസം സഡൻലി ഒട്ടും പ്രതീക്ഷിക്കാതെ ബ്രേക്കപ്പ് ആയതായിരിക്കും. ഏതെങ്കിലും ഒരു വ്യക്തി ദ്രുതഗതിയിലുള്ള ഒരു പ്രവർത്തനം എടുത്തിട്ട് മുന്നോട്ട് മാറിപ്പോയതാകാം. പെട്ടെന്നുള്ള തീരുമാനങ്ങളാകാം. അത് അങ്ങോട്ടും ആവാം, രണ്ടുപേരും എടുത്തിട്ടുണ്ടാകാം. അല്ലെങ്കിൽ ആ ഒരു ഇതിൽ പരസ്പരം ഇത് പിരിഞ്ഞിരിക്കുന്ന ഒരു അവസ്ഥയിലായിരിക്കാം ചിലപ്പോൾ നിങ്ങൾ ഈ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിലൊരു കമ്മിറ്റ്മെൻറ്റ് തീരെ കുറവാണ് എന്ന് തന്നെ പറയാം. ഭയങ്കരമായിട്ടുള്ളൊരു അത്യാഗ്രഹമാണ്. ഒരാൾക്ക് മറ്റേ ആൾ ആഗ്രഹിക്കുന്നതെല്ലാം വേണം. അവർ ചിലപ്പോൾ അത് കൊടുക്കുന്നുണ്ടാകില്ല. ഈ രണ്ടുപേരും സെയിം ആണ് ആഗ്രഹിക്കുന്നത്. പക്ഷെ അങ്ങോട്ടും ഇങ്ങോട്ടും അവർക്കത് മനസ്സിലാക്കാൻ സാധിക്കുന്നുണ്ടാകില്ല, മുന്നോട്ട് കൊണ്ടുപോകാൻ സാധിക്കുന്നുണ്ടാവില്ല. അല്ലെങ്കിൽ മാറിക്കൊണ്ടിരിക്കുന്ന സാഹചര്യങ്ങളും സ്വഭാവങ്ങളും ഒക്കെ ആയിരിക്കാം ഈ ബന്ധത്തിൽ വിള്ളലുകൾ വീഴ്ത്താനുള്ള ഒരു കാരണം. ഇപ്പോൾ തികച്ചും എന്താ പറയുക, ഇതിലൊരു അലസതയാണ് ഈ ബന്ധത്തിൽ. ഭയങ്കര അലസത. ഒരാൾ മാത്രം അവരവരുടെ കാര്യങ്ങൾക്ക് വേണ്ടി മാത്രം ഏതെങ്കിലും ഒരു വ്യക്തി അങ്ങോട്ടും ഇങ്ങോട്ടും, ചിലപ്പോൾ ഒരാൾ മാത്രമെന്നല്ല പറയുന്നത്, ഒരു വ്യക്തി ചിലപ്പോൾ അയാളുടെ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് മറ്റേ വ്യക്തി അയാളുടെ കാര്യങ്ങൾ, ഇത് രണ്ടും കറക്റ്റായിട്ട് പോകുന്നുണ്ടാകില്ല. ഒരു അലസതയായിരിക്കാം, അലസ മനോഭാവത്തിലായിരിക്കാം ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകുന്നത്. വേണോ വേണ്ടയോ, വേണോ വേണ്ടയോ എന്നൊരിതിൽ പല സമയത്തും ഇതേപോലെ തന്നെ തല്ലിപ്പിരിഞ്ഞ് ഇത് മാറിപ്പോയിട്ടുണ്ടാകാം, വീണ്ടും ഒന്ന് ചേർന്നിട്ടുണ്ടാകാം. അത്തരമുള്ളൊരു ഭയങ്കരമായിട്ടുള്ളൊരു എന്താ പറയുക, ഒട്ടും മുന്നോട്ട് പോകാൻ പറ്റാത്തൊരു ബന്ധമായിരിക്കാം. ഇതിൽ ഒരുപക്ഷെ കൂടുതലും മാനസികമായി ശാരീരികമായിട്ടും വല്ലാത്തൊരു അടുപ്പം, കാര്യങ്ങൾ, ആസക്തി, മദ്യത്തിനുള്ള ആസക്തിയാകാം, ലൈംഗികതയോടുള്ള ആസക്തിയാകാം, മാനസികമായിട്ടുള്ള ആസക്തികളാകാം, അങ്ങനെ പല ഡ്രഗ്സ് അങ്ങനെ കാര്യങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുള്ള അത്തരത്തിലുള്ള പ്രശ്നങ്ങളായിരിക്കാം ചിലപ്പോൾ നിങ്ങൾക്കിടയിൽ ഉടലെടുക്കുന്നത്. കാരണം ഭർത്താവ് മദ്യപാനി ഭാര്യനെ വരുന്നു, തല്ലുന്നു, അല്ലാതെ മദ്യപിക്കുന്ന സമയത്ത് ഭയങ്കര അടിപിടി, അല്ലാത്ത സമയത്ത് ഭയങ്കര സ്നേഹം, പ്യാർ ഇഷ്ക് മുഹബത്ത് എന്ന് പറയുന്ന രീതിയിലായിരിക്കാം. രണ്ട് എക്സ്ട്രീമായിരിക്കും, രണ്ട് ധ്രുവങ്ങളൊക്കെ ആയിരിക്കാം. അത്തരം സാഹചര്യങ്ങളൊക്കെ ഉണ്ടാകാം. ഒരു അവരവരുടെ സന്തോഷങ്ങൾക്ക് വേണ്ടി മാത്രമാണ് ഈ ബന്ധം മുന്നോട്ട് കൊണ്ടുപോകുന്നത് എന്ന രീതിയിലായിരിക്കാം ഈ ബന്ധം പോയിക്കൊണ്ടിരിക്കുന്നത്. തീർത്തും സത്യസന്ധത ഇല്ല എന്ന് തന്നെ പറയാം. മറ്റ് ബന്ധങ്ങളുണ്ടാകാം നിങ്ങളെ മനസ്സിൽ ഉദ്ദേശിക്കുന്ന വ്യക്തിക്ക്, അല്ലെങ്കിൽ തിരിച്ചു നിങ്ങൾ രണ്ടുപേരിലും അങ്ങോട്ടും ഇങ്ങോട്ടും പലതരം ബന്ധങ്ങളുണ്ടാകാം. ഒട്ടും സത്യസന്ധതയില്ല. ഒരാൾ മാത്രം ഇത് തികച്ചൊരു കൂടുതലും വിവാഹേതര ബന്ധങ്ങളായിരിക്കാം, അന്യായമായിട്ടുള്ളൊരു ബന്ധമായിരിക്കാം. ഇതിൽ എന്താ പറയുക, ഒരു അധികാരം, ഒരു ഘടന കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ഏതെങ്കിലും ഒരു വ്യക്തി മാത്രമായിരിക്കാം ശ്രമിക്കുന്നത്. അവരെന്തോ മേലധികാരം, സ്വേച്ഛാധിപത്യം എന്ന രീതിയിലൊക്കെ നിങ്ങളെ ഭരിക്കുകയായിരിക്കാം. അല്ലെങ്കിൽ അവർ പല രീതിയിൽ അത് നേടിയെടുക്കുന്നുണ്ടാകാം. ഒരു നിയന്ത്രിക്കുന്നുണ്ടാകാം, മാനസികമായും ശാരീരികമായിട്ടും നിങ്ങളെ നിയന്ത്രിക്കുന്നുണ്ടാകാം. നിങ്ങളുടെ എല്ലാം അവരാണ് എന്നൊരു ആധിപത്യം സ്ഥാപിക്കാൻ, നേരത്തെ ആധിപത്യത്തിൻ്റെ കാർഡ് വന്നിരുന്നു. അപ്പോൾ അതേപോലെ അവർ ശ്രമിക്കുന്നുണ്ടാകാം. അപ്പോൾ അതൊക്കെ തന്നെയാണ് ഇതിലെ ഇഷ്യൂസ്. ഈഗോ, ട്രസ്റ്റ് ഇഷ്യൂസ്, അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും അടിച്ചേൽപ്പിക്കൽ. പിന്നെ സ്വയമായിട്ട് ഏതെങ്കിലും വ്യക്തികൾക്ക് രണ്ടുപേർക്കും സ്വയം ഡൗട്ട് ഉണ്ടാകാം, സെൽഫ് ഡൗട്ട് ഉണ്ടാകാം. ഇത് പരസ്പരം ഇവർ തമ്മിൽ ഭയങ്കര ബലഹീനതയായിരിക്കാം. രണ്ടുപേരില്ലാതെ പറ്റില്ല, അങ്ങനത്തെ ഒരു സാഹചര്യമായിരിക്കാം. ഒരുപാട് ഇൻസെക്യൂരിറ്റീസ് ഈ ബന്ധത്തിലുണ്ട് എന്ന് തന്നെയാണ് മനസ്സിലാകുന്നത്. ഒരുപാട് അസ്വസ്ഥതകൾ, പൊള്ളൽ എന്ന് പറഞ്ഞാൽ തീപിടിച്ചുള്ള പൊള്ളലുകളല്ല, മനസ്സിൻ്റെ ഒരു വേദന കാര്യങ്ങളൊക്കെയാണ് ഉദ്ദേശിച്ചത്. ഒരുപാട് സമ്മർദ്ദങ്ങൾ. ഒരാൾ ചിലപ്പോൾ ഭയങ്കരമായിട്ട് ബുദ്ധിപരമായിട്ടായിരിക്കും എല്ലാ കാര്യങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതിൽ ചതി, അത്തരത്തിലുള്ള വഞ്ചന, അത്തരം സാഹചര്യങ്ങൾ ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. മറ്റു വ്യക്തികളായിട്ട് ബന്ധം ഉണ്ടാകാം. തീർച്ചയായിട്ടും ഒരാൾ മാത്രം വളരെ മുൻകരുതലോടെ മുന്നോട്ട് നീങ്ങുന്നു, അല്ലെങ്കിൽ രണ്ടുപേരും അത്തരത്തിൽ നീങ്ങുന്നു. ഇതിലൊരു ബന്ധത്തിലൊരു സൂക്ഷ്മ പരിശോധന നടത്തേണ്ട സമയം തീർച്ചയായിട്ടും കഴിഞ്ഞിട്ടുണ്ടാകാം.
അപ്പോൾ അത് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടാകാം, അവരും ചിന്തിക്കുന്നുണ്ടാകാം ഈ ബന്ധം ഇങ്ങനെ പോയാൽ. കാരണം ഇതുവരെയുള്ള നിങ്ങളുടെ റിലേഷൻഷിപ്പിനെ നിങ്ങൾ മൊത്തത്തിൽ നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് തന്നെ മനസ്സിലാകും. ഇത് കുറേ പേരൊക്കെ തിരിച്ചറിഞ്ഞിട്ടുണ്ടാകാം. നിങ്ങളുടെ പാർട്ട്ണർ, നിങ്ങൾ ഈ മനസ്സുദ്ദേശ വ്യക്തി ഇങ്ങനെയൊക്കെ തന്നെയാണ് നിങ്ങൾ തിരിച്ചറിഞ്ഞിട്ട് നിങ്ങൾക്കൊരു തീരുമാനം എടുക്കാൻ പറ്റാതെ കുഴങ്ങി നിൽക്കുന്നൊരു സമയമായിരിക്കും. അത്തരം കാര്യങ്ങളും ഉണ്ടാകാം. അപ്പോൾ നമ്മൾ മൊത്തത്തിൽ കാർഡ് എടുത്ത് നോക്കിയപ്പോൾ ഇത്തരം സാഹചര്യങ്ങളാണ് വന്നത്. സ്വാർത്ഥത, അസൂയ, അങ്ങനെ കുറേ കാര്യങ്ങൾ. ആ വ്യക്തിയുടെ മനസ്സിൽ ഇപ്പോൾ അവരുടെ ഉദ്ദേശമൊക്കെ ഇങ്ങനെ തന്നെയാണ്, ഇങ്ങനെ മുന്നോട്ട് പോകാമെന്നായിരിക്കാം. അല്ലെങ്കിൽ തീർത്തും പോകാൻ പറ്റാതിരിക്കുന്ന സമയത്ത് അത് ഉപേക്ഷിച്ച് നിങ്ങൾ രണ്ടുപേരും മാറി പോകുന്നതായിരിക്കാം. മേ ബി ഇതൊരു കർമ്മയായിരിക്കാം, ഇതിങ്ങനെ സംഭവിക്കണം എന്നുള്ളതായിരിക്കാം. അതിനുശേഷം നിങ്ങളിലേക്ക് പുതിയ എന്തെങ്കിലും കാര്യങ്ങൾ വരാനായിരിക്കാം, അല്ലെങ്കിൽ വീണ്ടും ഒരു റീയൂണിയൻ ആവാം. അങ്ങനെ എന്ത് സംഭവിക്കാം, നിങ്ങളുടെ സാഹചര്യങ്ങളായിട്ട് വരുന്നുണ്ടെന്ന് നോക്കാം. തീർച്ചയായിട്ടും ഇതായിരുന്നു നമ്മുടെ ചെറിയൊരു റീഡിങ്. നമ്മൾ ടൈംലെസ് ആയിട്ടുള്ള വീഡിയോസ് ചെയ്തിട്ടുണ്ട്, പറഞ്ഞു പല ടോപ്പിക്കിൽ. പേഴ്സണൽ റീഡിങ് അവൈലബിൾ ആണ്. നിങ്ങളുടെ എനർജി എടുത്താൽ മാത്രമാണ് കേട്ടോ. ഇതൊന്നും ഫോഴ്സ് ചെയ്തൊന്നും ഒരിക്കലും റെസനേറ്റ് ചെയ്യേണ്ട, ജസ്റ്റ് കേൾക്കാൻ വിടാം, അത്രേ ഉള്ളൂ. അല്ലാതെ ഇതിൽ ഭയങ്കര അഡിക്റ്റഡ് ആയിട്ട് ഇതുകൊണ്ടാണ് ഇത് എന്ന് കാലത്തും വൈകിട്ടും ഗുളിക കഴിക്കുന്ന പോലെ അല്ല ടാരോ റീഡിങ് കാണേണ്ടത്. നമുക്ക് സാഹചര്യങ്ങൾക്കനുസരിച്ച് മുന്നോട്ട് നീങ്ങാനുള്ള ഒരു ഇതിന് വേണ്ടിയിട്ടാണ് ഇത് ശരിക്കും ആക്ച്വലി ഉപയോഗിക്കേണ്ടത്. അല്ലാതെ ഒരു വ്യക്തി ഇപ്പോൾ നമ്മൾ നഷ്ടപ്പെട്ടു പോയെന്ന് പറഞ്ഞാൽ അതേ സാഹചര്യത്തിലിരുന്ന് നിങ്ങളുടെ എനർജീനെ വേസ്റ്റ് ആക്കുകയല്ല വേണ്ടത് എന്നർത്ഥം. അത്തരത്തിൽ പോകുമ്പോഴാണ് നിങ്ങളുടെ വ്യത്യാസങ്ങൾ വരുന്നുള്ളൂ എന്ന് മനസ്സിലാക്കുക. എല്ലാവരും പോസിറ്റീവായിട്ട് മുന്നോട്ട് പോകാം. അപ്പോൾ ഇതായിരുന്നു നമ്മുടെ ഈ ചെറിയ ടോപ്പിക്കിൽ ഉണ്ടായിരുന്നത്. നമ്മളടുത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണുന്നവരെ ബൈ ഫ്രം മിഷേനി.